അതായത് ഒരു കുട്ടി സ്വയം പഠിച്ച് അവർ മാർക്ക് വാങ്ങുന്ന എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ആ കുട്ടിയുടെ വീട്ടിലെ സിറ്റുവേഷൻസും ക്ലാസ്സിലൊരു അറ്റ്മോസ്ഫിയറും. ഇത് രണ്ടും എനിക്ക് പോസിറ്റീവായിരുന്നു. നമ്മുടെ I+ന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആ പിള്ളേരുടെ ഒരു ഒത്തൊരുമയാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ചു കയറുക എന്നൊരിതല്ല, മറിച്ച് നമ്മളിവിടെ പഠിക്കാനാണ് ആയിരിക്കുന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമുക്ക് കാണിച്ചു തന്ന കുറവ്. കാരണം ഒത്തിരി ഏജ് കൂടിയവരുണ്ട്, ഇപ്പോൾ കൂടെ ഏജ് കുറഞ്ഞവരുണ്ട്. അപ്പം ഓരോ ഏജിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് അവരുടെ കാഴ്ചപ്പാടിനൊക്കെ വ്യത്യാസം വരാം. പക്ഷെ ഒരിക്കൽ പോലും അതിലിട്ട് നമ്മളെ ഒന്ന് ഒതുക്കി കളയാനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിക്കാൻ വരുന്നു, നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു, പഠിക്കാനുള്ള സമയം പഠിക്കാൻ, രസകരമായ നിമിഷം, മറ്റ് രസകരമായ ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് നല്ല ഓർമ്മകൾ, അതൊക്കെ മതിയാവും നമുക്ക് വീട്ടിൽ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ. ഇപ്പോൾ തോന്നുന്നു നമ്മുടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമല്ല. ഇതിനേക്കാളും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ വരുന്നവരുണ്ട്. അവരൊക്കെ കാണുമ്പോൾ ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് നേടാൻ പറ്റും. പല ഓഫ്ലൈൻ ക്ലാസ് നോക്കിയിട്ട്, കാരണം എനിക്കെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ഒട്ടും പറ്റാത്ത ഒരാളാണ്. എനിക്ക് അതിൽ ശ്രദ്ധ കൂടുതൽ നിൽക്കത്തില്ല. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നോക്കുകയാണ്. പരമാവധി എനിക്ക് ഏത് ഓഫ്ലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം വിട്ട് ഇതുവരെ പുറത്ത് പോകാത്ത ആളും കൂടിയാണ്. അപ്പോൾ അച്ഛനമ്മയെ നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് ഓക്കെ I+ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഹായ് എവരിവൺ. 2 മാർക്കിന് നെറ്റ് മിസ്സായി പോവുക പലരുടെയും ഒരു പേടി സ്വപ്നമാണ്. അല്ലെങ്കിൽ പലരും പഠനത്തെ വെറുക്കാനും നെറ്റിൻ്റെ തയ്യാറെടുപ്പ് നിർത്താനും ഒക്കെ കാരണമാവുന്ന ഒരു കാര്യം. എന്നാൽ നമ്മളോടൊപ്പം ഇന്ന് ഐശ്വര്യമുള്ളത് 2 മാർക്കിന് മലയാളത്തിൽ നെറ്റ് മിസ്സായ ഒരു വിദ്യാർത്ഥിനി എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് പകർന്നു തരാനാണ്. പഠനം മതിയാക്കുകയോ പഠനത്തിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യല്ല, റിസൾട്ട് അറിഞ്ഞ് 1-2 ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് വീണ്ടും റീജോയിൻ ചെയ്യാൻ ഇടയായ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ്. തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. എന്നാൽ PhDക്കുള്ള എലിജിബിലിറ്റി മാത്രമേ നേടാനായുള്ളൂ. ഒരൊറ്റ ചോദ്യത്തിനാണ് നെറ്റിൻ്റെ കട്ട് ഓഫ് മിസ്സായത്. ഐശ്വര്യ, ഇന്നത്തെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ഒരുപാട് പെയിനിലായിരിക്കും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അത് മറ്റു കുട്ടികളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അതിന് ഒരു തടസ്സവും പറയാതെ വന്നതിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണി? നെറ്റ് പരീക്ഷയിലേക്ക് എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്? നമ്മുടെ അടുത്തേക്ക് I+ലേക്ക് എത്തുന്നത് വരെ പഠിച്ച കാര്യങ്ങളും ഒക്കെ, ഒരു സ്പെഷ്യലായിട്ടുള്ള PGയും ഡിഗ്രിയാണല്ലേ ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ കുട്ടികളോടൊന്ന് ഷെയർ ചെയ്യാം. സാർ, ഞാൻ +2 ഏകദേശം സയൻസ് പഠിച്ച കുട്ടിയാണ്. +2വിന് ശേഷം മലയാളം ആൻഡ് ജേർണലിസം എന്ന വിഷയത്തിലാണ് ഡിഗ്രി ചെയ്തത് മദർ തെരേസ കോളേജിൽ. അതിനുശേഷം കാര്യവട്ടം ക്യാമ്പസിൽ മലയാള സാഹിത്യവും മാധ്യമ പഠനങ്ങളും എന്ന വിഷയത്തിൽ PG ചെയ്തു. ഏകദേശം ഡിഗ്രി സമയത്താണ്, ഡിഗ്രിക്ക് നമ്മൾ ഏകദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഡിഗ്രിക്ക് എത്തുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഡിഗ്രി ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, ഡിഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യും, PSC ആയിരിക്കും നോക്കുന്നത്, അങ്ങനെ പറയാറുണ്ട് എല്ലാവരും. ഡിഗ്രിക്ക് എത്തിയതിന് ശേഷമാണ് എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറയുന്നത്, നിനക്ക് കോളേജ് ലെക്ചറാണ് ലക്ഷ്യമെങ്കിൽ ഇതേ കണക്കിന് നെറ്റിനൊരു എക്സാം ഉണ്ട്, അത് എഴുതിയെടുക്കണം, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴാണ് NTA UGC നെറ്റ് എക്സാമിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അപ്പോഴെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം കാര്യവട്ടത്ത് PGക്ക് ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ അധ്യാപകർ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ആദ്യം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എന്തൊക്കെ തയ്യാറെടുക്കണം, അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നെറ്റ് എഴുതിയെടുക്കണം, എനിക്ക് കോളേജ് ലെക്ചർ ആകണം, ഇതാണ് എൻ്റെ ലക്ഷ്യം. പറഞ്ഞു ഓക്കെ, ഇതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ഒരു സിലബസ് ഉണ്ടെന്നോ അങ്ങനെ ഒരു ധാരണയില്ല. എന്നാലും PGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വട്ടം, അതായത് ഫസ്റ്റ് ഇയറിൽ ഞാൻ നെറ്റ് എഴുതുന്നില്ല, സെക്കൻഡ് സെം എത്തിയ സമയത്തേക്ക് നെറ്റ് എഴുതി തുടങ്ങി. ഒരു 4 വട്ടം ഇതുവരെ നെറ്റ് എഴുതിയായിരുന്നു. എനിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് മലയാളം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, ഓ മലയാളം അല്ലേ, എന്ത് പഠിക്കാതിരിക്കുന്നു എന്ന് എല്ലാവരും പറയും. പക്ഷേ ഡിഗ്രിക്ക് മലയാളം എടുക്കുന്നത് വരെ എനിക്കത് തന്നെ ഒരു ധാരണ, ഓ മലയാളത്തിൽ എന്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ എടുത്തു കഴിയുമ്പോഴാണ് മലയാളത്തിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ അതുവരെ നമ്മൾ സംസാരിക്കുന്ന മലയാളമൊന്നുമല്ല. ഇപ്പോൾ PGക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യം സിലബസ് കയ്യിൽ കിട്ടിയപ്പോൾ ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും എന്നെ കൊണ്ട് പറ്റും, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കും എന്നൊക്കെ ഭയങ്കര വിശ്വാസമൊക്കെ ആയിരുന്നു. ജനറൽ പേപ്പർ എത്തിയപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ക്ലാസ് കാണണം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിനോട് കോമൺ ആയിട്ടൊരു പേടി നമുക്ക് ചിലർക്ക് എഴുതാൻ പറ്റുന്നതായിട്ട്, ചിലർക്ക് സംസാരിക്കാൻ പേടിയാണ്. ആ ഒരു പേടി എനിക്കും ഉണ്ട്. എനിക്ക് എഴുതാൻ പറ്റും, ഓക്കെ ഞാൻ നന്നായിട്ട് എഴുതും, പക്ഷെ എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനൊക്കെ ഒരു ടെൻഷനാണ്, വായിച്ചെടുക്കാൻ അല്പം പേടിയുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കുന്നില്ല, ആദ്യ വട്ടം തന്നെ നോക്കിയത് എടുക്കുന്നു, ഒരു ഗൈഡ് എടുത്ത് വെച്ച് പഠിക്കാൻ നോക്കുന്നു, പിന്നെ കുറച്ച് യൂട്യൂബ് ക്ലാസ്സൊക്കെ കാണുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ, ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എന്ത് പഠിക്കണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പോയി എഴുതി, വലിയ മാർക്കൊന്നുമില്ല, അറിയാലോ ഈ തരത്തിൽ തയ്യാറെടുത്തപ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല.
സെക്കൻഡ് വട്ടവും നമ്മൾ PG സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് വീണ്ടും എഴുതിയപ്പോഴും എവിടെ എന്ന് വെച്ച് കാണാപാഠം പഠിച്ചു പോകുന്ന ഒരു രീതി ചെറുപ്പത്തിലുള്ളതുകൊണ്ട് അത് വെച്ചാണ് നെറ്റിനും പഠിച്ചുകൊണ്ടിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയല്ല പഠിച്ചെഴുതുന്നത്. അപ്പം ഒരിക്കലും മൊഡ്യൂൾ കറക്റ്റായിട്ട് തീർത്തു പോകാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. 3ാമത്തെ വട്ടം അങ്ങനെ എഴുതി. 4ാമത്തെ വട്ടം എത്തിയപ്പോഴേക്കും PG കഴിഞ്ഞു. കാര്യങ്ങൾ അല്പം കൂടി സീരിയസ്, കാരണം വീട്ടിൽ കോമൺ ആയിട്ട് നമുക്കൊരു ഇത് കാണും, നമ്മൾ ഒന്നും പഠിക്കാണ്ട് പിന്നെ വീട്ടിലായി പോകുന്നു, നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നില്ല, എത്തണമെങ്കിൽ ഈ കടമ മറികടക്കണം. അപ്പം പിന്നെ കാര്യമായിട്ട് വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ PG ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ചേർന്ന് പഠിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും ഈ ലാസ്റ്റ് സെമ്മിൽ നമ്മുടെ പ്രോജക്റ്റും അതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്കൊന്നും കാര്യം നടക്കത്തില്ല. അതിനുശേഷം ഒരു വർഷം എനിക്ക് ബ്രേക്ക് വന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും എഴുതി നോക്കിയപ്പോൾ പിന്നെ 116 മാർക്ക് എനിക്കുള്ളൂ. അത് അടുത്ത പോലും വന്നിട്ടില്ല, ഒട്ടും നോക്കണ്ട. അപ്പം കോമൺ ആയിട്ട് മനസ്സിലായി എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിലോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ആ മാർക്ക് വാങ്ങി വീട്ടിലിങ്ങനെ ഡെസ്പെറേറ്റ് ഇരിക്കുന്ന സമയത്താണ് വീട്ടിലെല്ലാവരും കോമൺ ആയിട്ട് അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ കൊണ്ട് നടന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ കൂടുതൽ ഇൻവോൾവ് ആണ്. അപ്പം മാർക്ക് വന്നപ്പോഴും അവർ പറഞ്ഞു പോട്ടെ വിഷമിക്കേണ്ട, എന്നാലും നമുക്കുള്ളൊരു സങ്കടം കാണുമല്ലോ എപ്പോഴും. അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെ നെറ്റിലിങ്ങനെ ഞാൻ പല ഓഫ്ലൈൻ ക്ലാസ് നോക്കിയിട്ട്, കാരണം എനിക്കെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ഒട്ടും പറ്റാത്ത ഒരാളാണ്, എനിക്ക് അതിൽ ശ്രദ്ധ കൂടുതൽ നിൽക്കത്തില്ല. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നോക്കുകയാണ് പരമാവധി എനിക്ക് ഏത് ഓഫ്ലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം വിട്ട് ഇതുവരെ പുറത്ത് പോകാത്ത ആളും കൂടിയാണ്. അപ്പോൾ അച്ഛനമ്മ നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് I+ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ കോച്ചിങ് ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഇത് കണ്ടു. പിറ്റേന്ന് തന്നെ ഒരു ശനിയാഴ്ച നമ്മൾ നേരെ ഇവിടെ എത്തി, ട്രിവാൻഡ്രത്ത് സെന്ററിലെത്തി. ടീച്ചറിനെ കണ്ടു. അപ്പോൾ അമ്മ കൂടെ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് കാര്യം, ഇത്ര മാർക്കൊക്കെ ഉള്ളൂ എന്ന് എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം 116 മാർക്കുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നമ്മുടെ ജനറൽ പേപ്പറിൽ റിസർച്ച് ചാപ്റ്ററൊക്കെ കഴിഞ്ഞു, അതായത് സെക്കൻഡ് മൊഡ്യൂൾ തീരാറായി. അപ്പം ഇവിടെ എത്തിയ സമയത്തും ടീച്ചർ പഠിപ്പിക്കുന്ന കേൾക്കുമ്പോൾ ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ എവിടെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം. ടീച്ചർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നമുക്ക് ഫസ്റ്റുള്ള നോക്കണം, നിങ്ങൾ പേപ്പർ 2 വിട്ട് കളയരുത്, പേപ്പർ ഫസ്റ്റിൽ തന്നെ റിസർച്ച് കഴിയാറായി, അടുത്ത ചാപ്റ്റർ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആകെപ്പാടൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ എല്ലാം മാറ്റി വെച്ച് ഈ കൺഫ്യൂഷനെല്ലാം ആവശ്യം ഇപ്പം പോകുന്നതിനോടൊപ്പം മുന്നോട്ട് പോകുക എന്ന് മനസ്സിൽ സ്വയം തീരുമാനിച്ചു. എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ചാപ്റ്ററോട്ട് കൃത്യമായിട്ട് തയ്യാറെടുത്ത് തുടങ്ങി. ഈ സമയത്ത് പേപ്പർ 1 ഫസ്റ്റത്തെ 2 ചാപ്റ്റർ തൊടാൻ നിന്നില്ല. 3ാമത്തെ ചാപ്റ്ററോട്ട് പഠിച്ചു തുടങ്ങി. ടീച്ചർ നന്നായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു. വീട്ടിൽ പോയിരുന്ന് കുറച്ചൊക്കെ പഠിക്കാൻ നോക്കി. എന്നാലും പേപ്പർ 2ൻ്റെ ടെൻഷനും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതും കൂടെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, കാര്യമാക്കാണ്ട് പോയി. പിന്നെ നമുക്ക് എപ്പോഴും പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പേപ്പർ 1 നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുമായിരുന്നു. പേപ്പർ 2 നമ്മൾ അല്പം ഒന്ന് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം ഈ എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്ക് സാധാരണ ഏത് എക്സാമിന് പോയാലും ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് എക്സാം എങ്കിൽ ഒരു 2 മണിക്കൂർ എക്സാം സമയം പ്രയോജനപ്പെടുത്തും. പിന്നെ ഉറക്കം വരും, കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാനുള്ള ക്ഷമ കിട്ടൂല. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശരിയായിട്ട് കിട്ടുമ്പോഴേ പിന്നെ മുന്നോട്ട് പോകാൻ തോന്നുള്ളൂ. എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ കാണുമ്പം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ കോച്ചിങ് വന്നതിന് ശേഷം പോയി എഴുതിയ എക്സാം എന്ന് വെച്ചാൽ ഞാൻ ഓരോ ക്വസ്റ്റ്യനും വിലയിരുത്തും. നമുക്ക് അറിഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നോക്കും നമുക്ക് എങ്ങനെ ആ ആൻസറിലോട്ട് എത്താം. അങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഈ ലാസ്റ്റ് നമ്മുടെ 2025 ജൂൺ എക്സാം എഴുതിയപ്പോഴേക്കും മനസ്സിലായ ഒരു കാര്യം, അവസാനം ഒരു 10 മിനിറ്റ് നിൽക്കി വിട്ടാണ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കൊള്ളാം, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് എന്തെങ്കിലും നല്ലൊരു മാർക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ നെറ്റോ JRF ക്വാളിഫൈഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ല. പക്ഷെ എനിക്ക് മാർക്ക് കിട്ടും, ഒരുവിധം മാർക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പം ഒരു വർഷം 166 മാർക്കാണ്. PhD ക്വാളിഫൈഡ് ആണ്. 168 കട്ട് ഓഫ്. ഫസ്റ്റ് മാർക്ക് വന്നപ്പം പോട്ടെ 166 116 166 എത്തി. എനിക്ക് 50 മാർക്കിന്റെ ഡിഫറൻസ് വന്നു. 50 മാർക്കിന്റെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. പക്ഷെ 2 മാർക്ക് അടുത്ത് കട്ട് ഓഫ് കണ്ടപ്പോഴേക്കും 2 മാർക്കിന് നെറ്റ് പോയി. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ പറയണോ, ദേഹമൊക്കെ നല്ല ക്ഷീണം തോന്നിപ്പോയി, ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്നാൽ ആ സമയത്ത് എനിക്ക് തോന്നിയത് 4 വട്ടം നെറ്റ് എഴുതിയപ്പോഴും നോട്ട് ക്വാളിഫൈഡ് എന്ന് മാത്രമേ എൻ്റെ ഒരു റിസൾട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ നിന്നും യുവർ ക്വാളിഫൈഡ് ഫോർ PhD എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് പോയിട്ട് എനിക്ക് ഏത് രീതിയിൽ പഠിക്കണം, ഇനി എങ്ങനെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത് എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ എവിടെയൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, എനിക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് അതെനിക്ക് വിലയിരുത്താൻ പറ്റി. അപ്പം അടുത്ത എക്സാമിന് വേണ്ടി ഇനി ആ തരത്തിൽ മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ മികച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കേട്ടോ. പലരും സാഹചര്യങ്ങളെയും പുറത്തുള്ള കാര്യങ്ങളെയൊക്കെ പഴിക്കുമ്പോൾ ഐശ്വര്യക്ക് ഉള്ളിലേക്ക് നോക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഈ 4 അറ്റംപ്റ്റില്
കുറച്ച് വൈകി തുടങ്ങി എങ്കിൽ പോലും ബാക്കി 8 യൂണിറ്റുകളുടെയും ക്ലാസ്സുകൾ കിട്ടി. ഒരൊറ്റ ചോദ്യത്തിന് ഏറെക്കുറെ ഒരു 40-50% സ്കോറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരി ആ റിസൾട്ട് ഒന്ന് കണ്ട ഒരു കോൺഫിഡൻസ് ആ മുഖത്ത് കാണാനായിട്ടുണ്ട്. ഇനി ഒരു അറ്റംപ്റ്റ് ചിലപ്പോൾ JRFലേക്ക് എത്താൻ വേണ്ടിയിട്ടാവും. ഈ വരുത്തിയ പോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇനിയുള്ള 4-5 മാസം കൊണ്ട് വരുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ടോപ്പ് 1% എത്തും. ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് വിലയിരുത്തുക എന്നുള്ളത്. ഈ യൂണിറ്റുകൾ പഠിച്ചപ്പോൾ ആ ജേണി ചുരുക്കി എന്നോടൊന്ന് പറഞ്ഞു, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ കാര്യം എന്താ? മലയാളം പഠിച്ചവർക്ക് പൊതുവെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. റീഡിങ് കോംപ്രിഹെൻഷൻ, DI ഒക്കെ ചലഞ്ചിങ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് പഠനത്തിൽ ഫേസ് ചെയ്തോ? അതെങ്ങനെ അതിജീവിക്കാൻ പറ്റി? സർ, ഞാൻ ഇവിടെ എത്തിയ സമയത്ത് എല്ലാ കുട്ടികൾക്കും നമുക്ക് കോമൺ ആയിട്ട് പറയും, നിങ്ങൾക്ക് ഏറ്റവും ടഫ് വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആദ്യം പറയും മാത്സ് ആണ്. പഠിക്കാൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം നമുക്ക് ഉറക്കം വരും. അങ്ങനെ മിക്കവരും പറയുന്നത് മാത്സ് ആയിരിക്കും. എനിക്കും കോമൺ ആയിട്ട് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പറ്റത്തില്ല എന്ന് മിക്കവരും പറയും, നിനക്ക് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ മുന്നേ പറയും. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടാറില്ല. ഇവിടെ കോച്ചിങ് വന്ന സമയത്ത് മിസ്സും ചോദിച്ചു, എന്താണ് ഐശ്വര്യയുടെ പ്രശ്നം, ജനറൽ പേപ്പർ പഠിക്കുന്നതിന് എന്താണ് പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മാത്സ് പറ്റത്തില്ല, ലോജിക്ക് തിരിച്ചും തിരിഞ്ഞു ഒരു നോക്കത്തില്ല, വേണമെങ്കിൽ ആ ചാപ്റ്റർ ഞാൻ അവോയ്ഡ് എടുത്തിട്ട് ബാക്കി 9 ചാപ്റ്ററും പഠിക്കുക എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ മിസ്സിൻ്റെ അടുത്ത് ആ ചാപ്റ്റർ എത്തിയപ്പം പറഞ്ഞു, ഐശ്വര്യ ഇത് പഠിക്കും, ലോജിക്കൽ റീസണിങ് എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന വിഷയം എന്ന ചാപ്റ്ററാണ്. അപ്പം മിസ്സ് പറഞ്ഞു, ഐശ്വര്യ ഇത് പഠിക്കും, പഠിപ്പിക്കുകയും ചെയ്യും പിള്ളേരെ. മിസ്സിൻ്റെ ക്ലാസ് ഞാൻ ലോജിക്കൽ റീസൺ ഞാൻ മുടക്കിയിട്ടില്ല. കറക്റ്റായിട്ട് വന്ന് ഞാൻ അറ്റൻഡ് ചെയ്തു. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഞാൻ ടീച്ചർ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം പിള്ളേർക്ക് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അല്പം കൂടെ അല്പം കൂടെ ഉറപ്പാക്കാൻ പറ്റും. അപ്പം ആ തരത്തിൽ ക്ലാസ്സിൽ ചിലപ്പോൾ ആബ്സെൻ്റ് ആവുന്ന പിള്ളേർക്ക് അതിരുന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് അല്പം കൂടെ ഒന്ന് ഓക്കെ ആകും, ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ മിസ് എന്ന് വെച്ചാൽ ആ സമയത്ത് കൂടെ ഇരുന്ന് ഇതാണ് ഇങ്ങനെയാണ് വരേണ്ടത്, ഇത് തെറ്റുപറ്റി, അങ്ങനെ എല്ലാം പറഞ്ഞു തരും. പിന്നെ മാത്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് I+ൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് തോന്നിയത്, ഞാൻ എത്തിയത് ഏകദേശം 1.5 മാസം ലേറ്റായിട്ടാണ്. എത്തിയപ്പോഴേക്കും കുറേ പിള്ളേരൊക്കെ ഉണ്ട്, നല്ല ടാലൻറ്റഡായ, നന്നായിട്ട് പഠിക്കുന്ന, എന്ത് കാര്യങ്ങളിൽ ഇടിച്ചു കയറി ഡൗട്ട് ചോദിക്കുന്ന, ഡൗട്ട് മാത്രമേ ഉള്ളൂ അവർക്ക്. എപ്പോഴും എല്ലാ അധ്യാപകരും പറയാറുണ്ട്, ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം ഡൗട്ട് ചോദിക്കലാണ്. അപ്പം നമുക്കൊന്നും അങ്ങനെ ഡൗട്ടുകൾ അധികമൊന്നും ഉണ്ടാവാറില്ല. ഇവരൊക്കെ ഇഷ്ടംപോലെ ഡൗട്ട് ചോദിക്കും. അപ്പോൾ ആ ഡൗട്ട് ചോദിച്ചിട്ടും നമ്മളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ പോലും അത് ടീച്ചർ പറഞ്ഞില്ലെങ്കിൽ പോലും കൂടെ പറഞ്ഞിരുന്നൊരു മനസ്സുണ്ട് പിള്ളേർക്ക്. ഇപ്പം ഇന്ന് നമ്മുടെ ചില അധ്യാപകർ നമ്മൾ സാറ് ചോദിച്ചതുപോലെ, നിങ്ങൾ എങ്ങനെ ഇരുന്ന് കഴിക്കാറുള്ളത്, ഒരുമിച്ചിരുന്ന് നല്ല സ്നേഹത്തോടെ നമ്മളൊരു ഡൗട്ട് ചോദിച്ചാലും എന്ത് കാര്യവും നന്നായിട്ട് പറഞ്ഞു തരാൻ അവർ കഴിവുണ്ട്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിന് വന്ന സമയത്ത് 1 മണിക്കൂർ ബാക്കിയുള്ള പിള്ളേരെ ടെസ്റ്റ് ചെയ്ത സമയത്ത് മിസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ആ ക്ലാസ്സിൽ നേരത്തെ തുടർന്നൊരു കുട്ടിയാണ് എനിക്ക് വന്നിട്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ആ പാറ്റേൺ വന്ന പിന്നെ എല്ലാ കണക്കും ഞാൻ തെറ്റിച്ചിട്ടില്ല. മീൻസ് ലാസ്റ്റ് എക്സാമിന്, നമ്മുടെ 2025 ജൂണിലെ എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നപ്പോൾ പോലും ആ രീതിയിൽ ഒരു കണക്കുണ്ടായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ജനറൽ പേപ്പറിൽ മാത്സും ലോജിക്കൽ റീസണിങ്ങുമാണ്. ഈ 2 ചാപ്റ്ററും നമ്മളെ പഠിപ്പിച്ചതിന് മിസ്സും അല്ലെങ്കിൽ നമ്മുടെ സാറിനോടൊപ്പം പങ്ക് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർക്കുണ്ട്. അതായത് ഒരു കുട്ടി സ്വയം പഠിച്ച് അവർ മാർക്ക് വാങ്ങുന്ന എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ആ കുട്ടിയുടെ വീട്ടിലെ സിറ്റുവേഷൻസും ക്ലാസ്സിലൊരു അറ്റ്മോസ്ഫിയറും. ഇത് രണ്ടും എനിക്ക് പോസിറ്റീവായിരുന്നു. നമ്മുടെ I+ൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആ പിള്ളേരുടെ ഒരു ഒത്തൊരുമയാണ്. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിലോട്ട് ഇടിച്ചു കയറുക എന്നൊരിതല്ല, മറിച്ച് നമ്മളിവിടെ പഠിക്കാനാണ് ആയിരിക്കുന്നത്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമുക്ക് കാണിച്ചു തന്ന കുറവ്. കാരണം ഒത്തിരി ഏജ് കൂടിയവരുണ്ട്, ഇപ്പം കൂടെ ഏജ് കുറഞ്ഞവരുണ്ട്. അപ്പം ഓരോ ഏജിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം കല്യാണം കഴിഞ്ഞവർക്ക് അവരുടെ കാഴ്ചപ്പാടിനൊക്കെ വ്യത്യാസം വരാം. പക്ഷെ ഒരിക്കൽ പോലും അതിലിട്ട് നമ്മളൊന്ന് ഒതുക്കി കളയാനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിക്കാൻ വരുന്നു, നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു, പഠിക്കാനുള്ള സമയം പഠിക്കാൻ, രസകരമായ നിമിഷം, മറ്റ് രസകരമായ ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് നല്ല ഓർമ്മകൾ, അതൊക്കെ മതിയാവും. നമുക്ക് വീട്ടിൽ വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ. നമുക്കൊരു ടെൻഷനില്ല ഒന്നിനെക്കുറിച്ച്. അയ്യോ നാളെ ഞാൻ അവരെ പോയി എങ്ങനെ ഫേസ് ചെയ്യും, ഈ പ്രശ്നം എങ്ങനെ സോൾവ്, അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പം പഠിക്കാൻ ഏറ്റവും നമ്മൾ ടഫായിട്ട് കാണുന്ന കാര്യങ്ങൾ പോലും എളുപ്പമാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അറ്റ്മോസ്ഫിയറും നല്ല ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്സും I+ എനിക്ക് കിട്ടി. ഈ മാർക്കിൽ എത്തിയെങ്കിൽ അവരും അതിനോടൊപ്പം നല്ല പങ്കാളികളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സ്ഥാപനങ്ങളിൽ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. എറണാകുളത്തെ കുട്ടികളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയിരുന്നു ടീമായിട്ട്. അപ്പോൾ അവിടെ 7ഓളം പേരെ കണ്ടിരുന്നു. അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്.
100% അതിൻ്റെ ക്രെഡിറ്റ് നമ്മളോടൊപ്പമുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. കാര്യം ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആതിര ടീച്ചർ ഞാനായാലും അധ്യാപകർക്കൊക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഓരോ കുട്ടിയുടെയും മനസ്സോ പ്രവൃത്തിയോ ഒന്നും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല 10, 30, 40 പേരുടെ ബാച്ചിലേക്കൊക്കെ എത്തുമ്പോൾ. എന്നാൽ നിങ്ങളെല്ലാവരും നല്ലൊരു ടീമായിട്ട് പരസ്പരം സഹായിക്കണം. ഒരു മാതൃകാ അധ്യാപകരായിട്ട് തന്നെ നിങ്ങൾ പഠന കാലയളവിൽ തന്നെ പെരുമാറി അല്ലേ? അതാ എനിക്ക് ഈ പറയുന്ന കേട്ടപ്പോൾ തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം ആണ് സർ. കാരണം അതിനേക്കാൾ രസം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് പോലും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു ഗ്രൂപ്പും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങളിപ്പം ഒരാൾ പുറത്ത് കഴിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നീ വരുന്നുണ്ടോ, ഓക്കെ പോവാം, അവിടെ ഇന്ന ആളേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. അത് പോയിട്ട് രാവിലെ പഠിക്കാൻ എണീക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് പേരായിട്ട്. ഒരു 4 മണിയാകുമ്പോൾ അതിൽ ഒരാൾ തന്നെ ബാക്കി എല്ലാവരെയും വിളിച്ചെണീപ്പിക്കും, പഠിപ്പിക്കും കാര്യങ്ങൾ. അതിലിപ്പോൾ ഒരാളെന്ന് വെച്ചാൽ PhD ചെയ്യുകയാണ്. അപ്പം ഈ കീവേഡ്സ് എങ്ങനെ നമ്മൾ ഇതാണ് ഇതിനെങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഒരാൾക്ക് കിട്ടുന്ന അറിവ് മറ്റൊരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല ഷെയറിങ് മൈൻഡ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു I+ൽ നമ്മൾ ഓരോ വ്യക്തികളെ മനസ്സിലാക്കിയായിരുന്നു. ചിലപ്പോൾ തോന്നുന്നു നമ്മുടെ ഒന്നും പ്രശ്നങ്ങളൊന്നുമല്ല, ഇതിനേക്കാളും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ വരുന്നവരുണ്ട്. അവരൊക്കെ കാണുമ്പോൾ ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് നേടാൻ പറ്റും, നമ്മളെക്കാളും കഷ്ടപ്പെട്ട് വരുന്നവർ നേടിയില്ലേ, എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നേടിക്കൂടെ എന്ന് കാണാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്. തീർച്ചയായിട്ടും. ഈ വീഡിയോ കാണുന്ന കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും, ഇത് ഓഫ്ലൈൻ അല്ലേ, ഓൺലൈനിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും സപ്പോർട്ട് മെക്കാനിസംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇൻ്റർവ്യൂവിന് ഈ സൈക്കിളിലെ തന്നെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്റ്റഡി പാർട്ട്ണറെ സെലക്ട് ചെയ്യുക. നിങ്ങളോടൊപ്പം PG ചെയ്ത ഒരാളാവാം, അല്ലെങ്കിൽ നെറ്റിന് തയ്യാറെടുക്കുന്ന ഒരു കൊളീഗ് ആവാം, ആരും ആവട്ടെ. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാനും ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസിനോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, മലയാളത്തിൻ്റെ ഭാഗ്യ ടീച്ചറുടെ ക്ലാസ്സുകളെ പറ്റിയിട്ടൊക്കെ മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞു, മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നെന്നും കുട്ടികളുടെ അടുത്ത് എന്ത് പറയാനുണ്ടായിരുന്നെന്നും ഒന്ന് ചുരുക്കി പറയാം. മലയാളത്തിന് ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചാൽ I+ൽ വന്നതിന് ശേഷം ഭാഗ്യ മിസ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മലയാളം ഈ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയും നമുക്ക് ഓരോ സാഹിത്യ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ 4-5 സാഹിത്യ ചരിത്രങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ഭാഗ്യ മിസ് നമ്മൾ എപ്പോഴും പറയുന്നതും, നമ്മൾ നിങ്ങൾക്ക് നോട്ട് തരും, പക്ഷെ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോട്ട്സ് മാത്രമാണ്. നിങ്ങൾ സ്വയം വർക്ക് ചെയ്യുക എപ്പോഴും. അതായത് നിങ്ങൾ ഒരു 4-5 പുസ്തകം എടുത്ത് വെച്ച് ഒരു കണ്ടന്റ് നമ്മുടെ സിലബസ് എടുത്ത് വെച്ചിട്ട് ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് അതിന് ഓരോ ബുക്കായിട്ട് നോക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പരസ്പരം കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക. ഭാഗ്യ മിസ് തരുന്ന ആ ക്ലാസ്സും നോട്ട്സും അതിനൊപ്പം തന്നെ നമുക്കൊരു മോട്ടിവേഷൻ. അപ്പം ആ തരത്തിൽ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് അതിനെയും കൂടി സപ്പോർട്ടീവായിട്ട് വെച്ചുകൊണ്ട് നമ്മളെ പുസ്തകങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഒപ്പം നമുക്ക് നേരിടുന്ന ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതിനൊരിക്കലും ഇത് കൊടുക്കരുത്. ഇപ്പം എനിക്ക് 2 മാർക്കിന് പോയി എന്നുള്ളത് ഞാൻ ഇനിയും അത് തന്നെ ഞാൻ ആശ്രയിച്ച് കിടക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത വട്ടം എനിക്കൊന്നും നേടാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് വിടുക. കാരണം ഒന്നുമില്ല എന്നുള്ളതിൽ നിന്ന് ഇപ്പം ഇതുവരെയെങ്കിലും എത്താൻ പറ്റി, അപ്പം നമ്മളെ കൊണ്ട് ഇനിയും പറ്റും. ആ തരത്തിലേക്ക് എല്ലാ കുട്ടികളും മാറുക. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് ദോഷകരാണെന്ന് തോന്നിയാൽ ആ സിറ്റുവേഷന് പരമാവധി മാറി നിൽക്കുക. അത്ര എനിക്ക് പറയുള്ളൂ. വളരെ ചുരുക്കി ക്രിസ്പായിട്ട് പറഞ്ഞു, എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളുമാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക അല്ലേ? അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത നെഗറ്റീവ് ആസ്പെക്റ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഇത് തന്നെ മതി സന്തോഷത്തിനും വിജയത്തിനും. ഐശ്വര്യയുടെ മുന്നോട്ടുള്ള ജേണിയിൽ അടുത്ത ഈ ഒരു ചെറിയ മാർക്കിന് മിസ്സായത് ആ പോരായ്മ തിരുത്തി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും JRFലേക്ക് തന്നെ എത്താൻ പറ്റട്ടെ. അതിൽ കുറഞ്ഞതൊന്നും സ്വപ്നം കാണണ്ട. ഭംഗിയായിട്ട് വർക്ക് ചെയ്യുക, പോരായ്മകൾ തിരുത്തുക, എല്ലാ നന്മയും നേരുന്നു. നല്ലൊരു ടീം മെമ്പറായിട്ട് ആ സിനർജിയോടുകൂടി I+ൽ ഇനിയും തുടരാനാവട്ടെ. അടുത്ത സൈക്കിളിൽ തന്നെ വിജയിക്കാനാവട്ടെ. ആ ഒരു ഇൻ്റർവ്യൂവിനും ഞാൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.